ഹലോ മേഡം. ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി അരവിന്ദ്? എന്താവാനാ മേഡം, ഇന്റർവ്യൂ ചാള കുളമായി. എനിക്ക് ഒരു മണ്ടത്തരം പറ്റി. അത് പറ്റുമെന്ന് എനിക്ക് അറിയാലോ. എന്താ മേഡം? അല്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നുപോയി. കറക്റ്റ് ടൈമിലാ മേഡം വിളിക്കുകയും ചെയ്തത്. അതാ പറ്റിപ്പോയത്. ഞാൻ വിളിച്ചതുകൊണ്ട് എന്തു പറ്റി? ഫോൺ സൈലന്റ് ആക്കാത്തതിന് അവര് വഴക്ക് പറഞ്ഞോ? വഴക്കൊന്നും പറഞ്ഞില്ല മേഡം. ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ സ്പീക്കറിലിട്ടു. അപ്പോഴാ തുണി അലക്കിയ കാര്യം മേഡം ചോദിച്ചു. അത് കേട്ട് HR ചോദിച്ചു, ഭാര്യ ഹെൽപ്പ് ചെയ്യാറുണ്ടോന്ന്. അല്ല, അതും ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി ഞാനങ്ങ് പൊലിപ്പിച്ചു. എല്ലാം ഞാനാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഞാനങ്ങ് തട്ടിവിട്ടു. അതാ പ്രശ്നമായത്. അവരെന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. എന്താ മേഡം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നേ? സോറി അരവിന്ദ്, എനിക്ക് അരവിന്ദിനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ല. ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാ. എനിക്കും. പക്ഷേ ഞാൻ തോൽക്കില്ല മേഡം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയും. കമ്പനികളും ഓഫീസുകളും ഞാൻ കയറി ഇറങ്ങും. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടിയിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. അല്ല മേഡം എന്താ ഒന്നും മിണ്ടാത്തെ? അരവിന്ദിന്റെ കോൺഫിഡൻസ് കണ്ട് ഞാൻ ആകെ ഷോക്കായി പോയി. എനിക്ക് പോലും ഇത്രയും കോൺഫിഡൻസ് ഇല്ല. അരവിന്ദിന് എവിടുന്ന് കിട്ടി ഇത്രയും ആത്മവിശ്വാസം? അത് മേഡത്തിന്ന്. ഹൈ പൊസിഷനിലുള്ള മേഡം എന്റെ കൂടെ ഉള്ളപ്പോ തനിയെ വന്ന് ചേരുന്നതാ. ഓക്കെ അരവിന്ദ്, ജോലി അന്വേഷിച്ചോളൂ. എനിക്ക് ഇവിടെ കുറച്ചധികം ജോലിയുണ്ട്. എന്നാ മേഡം ജോലി ചെയ്തോ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഓക്കെ. ഇവരെ പോലുള്ളവൻ ആര് ജോലി കൊടുക്കാനാ? എന്റെ വാലിരിക്കുന്നത് കേട്ടപ്പോ ജോലി അന്വേഷിച്ചു പോയി. അവിടെ ഒന്ന് ഗെറ്റ് ഔട്ടും കിട്ടി. നിനക്കൊരു ജോലി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മംഗളം നഗറിലെ ബിൽഡിങ്ങിന്റെ വാടക പിരിഞ്ഞു കിട്ടിയില്ലേ ഗോവിന്ദ? മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ബാല. മറക്കാതെ പോയി വാങ്ങിച്ചോണം. പോകാം ബാല. ബാല ദേ, നമസ്കാരം മാഷേ. നമസ്കാരം മാഷേ. നമസ്കാരം പ്രസിഡന്റ്. ഇരിക്ക്. പരമേശ്വരൻ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നല്ലേ? അതെ മാഷേ, ഓരോരോ തിരക്കുകളല്ലേ. എപ്പോഴും ആലോചിക്കും മാഷിനെ വന്നൊന്ന് കാണണമെന്ന്. ഞാനത് അജയനോടും പറയാറുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചതാ പരമേശ്വര. അജിതിനെ ഞാൻ വഴിയിൽ വെച്ച് അടക്കം കാണാറുണ്ട്. പരമേശ്വരനെ കണ്ടു കിട്ടാറില്ല. ചാരുമോളെ, 2 ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാൻ ബാലമാമേ. ഹേമേ, സുഖമാണോ? സുഖം അജിതൻ ചേട്ടാ. അല്ല, എന്താ പെട്ടെന്ന് ഈ വഴിക്കൊക്കെ? പറയാം മാഷേ. നമ്മുടെ തറവാട്ടമ്പലത്തിലെ ഉത്സവം ഇങ്ങെത്തി. മാഷിനറിയാലോ. വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? പിരിവാ. നമ്മുടെ കുടുംബാതിഥികളുടെ സഹായം കൊണ്ട് അമ്പലത്തിലെ എല്ലാ കാര്യവും നടന്നു പോകുന്നത്. അല്ലാതെ മറ്റു വരവുകളൊന്നും ഇല്ലല്ലോ. അതൊക്കെ എനിക്കറിയാം അജിത. ഞാനും കുറെ നാൾ പ്രസിഡന്റ് ആയിട്ടിരുന്നതല്ലേ. കുടുംബാതിയിൽ ചെറിയ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലുമായിട്ടുണ്ട്. അവര് നന്നായി സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രതീക്ഷ മാഷിനെ പോലെ ഉള്ളവരല്ല. എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി പരമേശ്വര, ചെയ്യാം. നമ്മുടെ തറവാട്ടമ്പലല്ലേ. പൂർവികരെയും പരദേവതകളെയും മറക്കാൻ പാടില്ല എന്നല്ലേ? ഞാൻ അമ്പലത്തേക്ക് വരാം. എന്താ പോരെ? അത് മതി മാഷേ.